നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ രാവിലെ ബ്രഹ്മമുഹൂർത്തം നേരത്തെ ചെയ്യേണ്ട ഒരു വഴിപാടിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വന്നിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. എന്ത് ചോദിക്കുന്നുവോ അത് വരാഹിയമ്മ അങ്ങനെയേ നടത്തി തരും. നാളും നിലമയും ഒരു മനുഷ്യന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയത്. നമ്മൾ കരുതുന്നത് പോലെ, പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നിട്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നടക്കുന്നത്. എന്നാൽ അങ്ങനെയെല്ലാം ഇല്ല. ഓൾറെഡി വന്നിട്ട് ഈ നാളിൽ, ഈ സമയത്തിന് എല്ലാം നടക്കണമെന്ന് ദൈവം എഴുതി വച്ചത്. അതിനാലെയാണ് നാളും കാലവും നോക്കി ഓരോരുത്തർ ജീവിതശൈലി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിനാലെ പവർഫുൾ ഡേയ്സ് എപ്പോൾ വന്നാലും മിസ് ചെയ്യാതിരിക്കുക. അതിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. തുടർന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായും അത് നടക്കും. ശരിയാ? നമ്മുടെ വരാഹിയമ്മയുടെ മുന്നേ അത് ചെയ്യുമ്പോൾ ഒത്തിരി അത് പവർഫുൾ ആയിരിക്കും. ദിവസം നോക്കിയാൽ ബുധനാഴ്ച, ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പഞ്ചമി തിഥി, അഷ്ടമി, നവമി കൂടാതെ അമാവാസ്യ, പൗർണമി എന്നീ ദിവസങ്ങളിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഞ്ചമി തിഥിയിലാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പഞ്ചമി തിഥിക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും. അതുപോലെ നിറയെ വിഷയങ്ങൾ നടന്നിട്ടേയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ടൈമുണ്ട്. അത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. അതല്ലാച്ചാല് വൈകുന്നേരം, മീൻസ് രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ചെയ്യാം. അതല്ലാച്ചാല് രാത്രി 12 മണി മുതൽ 1 മണി വരെ. മനസ്സിലായല്ലോ? 8 to 9 PM, 12 AM to 1 AM. ദെൻ ബ്രഹ്മമുഹൂർത്ത നേരം അറിയാമല്ലോ, 3:45 മേലെ 5:30 വരെയുള്ള സമയം മോർണിംഗ്. സോ ഞാൻ പറയുന്ന ഈ വിഷയം നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ചെയ്ത് നോക്കിക്കൊള്ളുക. സപ്പോസ് രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ നാളെ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്തോളുക. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇത്രയും ടൈമിങ്സ് ഞാൻ പറഞ്ഞുല്ലോ. ഇതിൽ രാത്രി 12നും 1 മണിക്കും ഇടയ്ക്കുള്ള സമയം എന്നത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സമയമാണ്. കാരണം വരാഹിയമ്മയ്ക്ക് എന്ന് നോക്കിയാൽ രാത്രി എന്നത് ഒത്തിരി പവർ ഇരിക്കുന്നത്. പിന്നെ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ചെയ്യുന്നതും അത്യുത്തമം. പഞ്ചമി തിഥി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സൂര്യാസ്തമനത്തിന് ശേഷം ചെയ്യുന്നത് ഏത് പൂജയായാലും ഒത്തിരി പവർഫുൾ ആയിട്ട് അത് വർക്കൗട്ട് ആവും. ഇതെല്ലാം മുന്നേലിരുന്നേ, അതായത് പഴമക്കാരെ പിന്തുടർന്ന് വരുന്നത്. അതിൽ രാത്രി നേര പൂജ എന്നത് വരാഹിയമ്മയ്ക്ക് ഒത്തിരി വിശേഷപ്പെട്ടത്. രാത്രി ദേവത എന്ന പേരിൽ അമ്മ അറിയപ്പെടുന്നതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനാല് നിങ്ങൾ രാത്രി 12 to 1 മണി സമയം ചൂസ് ചെയ്തോളുക. പെട്ടെന്ന് ഫലം കിട്ടും. കാരണം ഞാൻ ഈ സമയമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നു കിട്ടി. എനിക്ക് മാത്രമല്ല, ഞാനിത് പകർന്നു കൊടുത്ത് ഒത്തിരി പേർക്ക്, നമ്മുടെ സിസ്റ്റേഴ്സിന് ഇതിൽ നിന്നും ഒത്തിരി ഫലം കിട്ടിയിട്ടുമുണ്ട്. ശരിയാ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല്, ഈ സമയത്ത്
അതായത് നിങ്ങൾ ചെയ്യുന്ന ഏത് സമയമായാലും ഞാൻ സജസ്റ്റ് ചെയ്തത് 12 to 1 ആണ്. ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എപ്പോൾ പറ്റുമോ ആ സമയത്ത് നിങ്ങൾ കയ്യിലൊരു വൈറ്റ് ഷീറ്റ് പേപ്പർ, വെള്ള പേപ്പർ എടുത്തോളുക. കൂടെ ഗ്രീൻ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ പെന്നും കൂടെ എടുത്തോളുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഒരിടത്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. ഈ സമയത്തൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, എല്ലാവരും ഉറങ്ങുന്ന സമയം. എന്നിട്ട് മനസ്സാലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഇരിക്കുന്നുവോ, അതായത് നീണ്ട നാളുകളായി ഏത് പ്രശ്നത്തിന് നിങ്ങൾ വിഷമിക്കുന്നുവോ ആ വിഷയം ഒരു ലെറ്റർ പോലെ നിങ്ങൾ എഴുതണം. ദാറ്റ് മീൻസ് നിങ്ങൾ നാട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ലെറ്റർ അയക്കുമല്ലേ, ഇപ്പോഴല്ലേ ഫോണും മെസ്സേജൊക്കെ ഉള്ളത്, നേരത്തെ എല്ലാം ലെറ്റർ അല്ലേ അയക്കുന്നത്. അതുപോലെ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഇനി ആർക്കായി ലെറ്റർ എഴുതേണ്ടതെന്ന് അറിയാവോ? വരാഹി അമ്മയ്ക്കാണ് ഈ ലെറ്റർ എഴുതേണ്ടത്. അമ്മയെ മനസ്സിൽ വിചാരിച്ച് സ്നേഹനിധിയായ അൻപുള്ള അമ്മയ്ക്ക് എഴുതുന്ന ലെറ്റർ. ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ എഴുതി, നിങ്ങളുടെ മനസ്സിൽ എന്തു തോന്നുവോ അതെല്ലാം നിങ്ങൾ അമ്മയോട് എഴുതി പറയുക. അമ്മേ, ഇതിനായിട്ട് ഒത്തിരി നാളായിട്ട് ഞാൻ കേട്ടിട്ടേ ഇരിക്കുന്നു, ഇത് മാത്രം എനിക്ക് ചെയ്തു തരൂ അമ്മേ എന്ന് അമ്മയോട് പറഞ്ഞ് എഴുതുക. അത് മാത്രം മതി. ഞാൻ നേർവഴിയിലൂടെ ജീവിക്കുന്നു, എന്നിട്ടും എനിക്ക് നിറയെ തടസ്സങ്ങളാണ് എല്ലാ കാര്യത്തിനും വന്നു ഭവിക്കുന്നത്. അതെല്ലാം ഉടച്ചെറിഞ്ഞ് അമ്മയെ വിശ്വസിച്ചിരിക്കുന്ന എന്നെ, അമ്മയെ തുണയായിട്ട് നിന്ന് എനിക്കത് നടത്തി തരൂ അമ്മേ എന്ന് ഒരു ലെറ്റർ അമ്മയ്ക്കായിട്ട് എഴുതുക. ഇപ്പൊ നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞല്ലോ. എന്നിട്ട് ഈ എഴുതിയ ലെറ്റർ എന്ത് ചെയ്യണച്ചാല് കൂടെ ഒരു മന്ത്രത്തെയും ചൊല്ലി, ഈ മന്ത്രം വന്നിട്ട് 1-2 തവണയല്ല, 33 ടൈംസ്, അതായത് 33 തവണ ചൊല്ലണം. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള കാര്യസിദ്ധി മന്ത്രമാണ്. നമ്മൾ എന്ത് കരുതുന്നുവോ ആ കാര്യം അമ്മ നടത്തി തന്നിരിക്കും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള അമ്മയുടെ ഒരു മന്ത്രമാണ്. ഈ ലെറ്റർ നിങ്ങൾ എഴുതി തീർത്ത ശേഷം കയ്യിൽ വച്ചുകൊണ്ടാണ് ഈ 33 ടൈംസ് കാര്യസിദ്ധി മന്ത്രം, അമ്മയുടെ കാര്യസിദ്ധി മന്ത്രത്തെ ചൊല്ലേണ്ടത്. മന്ത്രം എങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വച്ചോളുക. ഇതാണ് ആ മന്ത്രം. ശിവദാത്രി ദണ്ഡവര ഗവാലിനി നമോ നമഃ. ശിവദാത്രി ദണ്ഡവര ഗവാലിനി നമോ നമഃ. ശിവദാത്രി ദണ്ഡവര ഗവാലിനി നമോ നമഃ. അമ്മയ്ക്ക് മുന്നേ ഈ ലെറ്ററും എഴുതി നിങ്ങൾ ഈ മന്ത്രവും ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഏത് നടക്കാത്ത ആവശ്യമാണെങ്കിലും അത് ജെനുവിനാണെങ്കിൽ അമ്മ നടത്തി തന്നിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോ 12 to 1 എന്ന ടൈം പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തം ചൂസ് ചെയ്തോളുക. അതും പറ്റില്ലെങ്കിൽ ഇന്ന് 8 to 9 PM ചെയ്തോളുക. ഏതോ ഒരു സമയം അതിലേലും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക. ശരിയാ? മുഖ്യമായ വിഷയങ്ങള് മുഖ്യമായ നാള് വരുമ്പോൾ മിസ് ചെയ്യാതെ അത് ചെയ്തോളുക. ഏതെങ്കിലും ഒരു മിറാക്കിളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും, അത് നടന്നിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കും, വരാഹിയമ്മ നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യം അതോട് ചേർന്ന് ചെയ്തിട്ടേ ഇരിക്കണം. അപ്പോൾ അമ്മയുടെ ആശീർവാദം നമുക്ക് വന്നു ചേരും, നാളും കാലവും അതിനാല് തുണയായിട്ട് വന്നു നിൽക്കും. അതിനാല് ഇതെല്ലാം ഏത് കാരണം കൊണ്ടും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇത് വന്നിട്ട് വീട്ടിലും ചൊല്ലാം. വരാഹിയമ്മനോട് കോവില് നിങ്ങൾക്ക് വീട്ടിൽ പക്കത്തിരിക്കുവാണെങ്കിൽ അവിടെയും പോയി ചൊല്ലാവുന്നതാണ്. വീട്ടിൽ നമ്മൾ ഇത് ചെയ്യുന്നതിനേക്കാൾ പവർ ജാസ്തിയായിട്ട് കിട്ടുന്നത് കോവിലില് ചൊല്ലുമ്പോഴാണ്. അത് വേറെ മാതിരി പവർ കിട്ടും. അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് നിറഞ്ഞു നിൽക്കും. അതിനാല് നിങ്ങളിത് ചെയ്യുക, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വന്നു ഭവിക്കും. നിങ്ങൾക്കത് അമ്മ നടത്തി തരും. ഈ എഴുതിയ പേപ്പർ നിങ്ങൾ ഒരു നോട്ട് ബുക്കിലോ ഇല്ലെങ്കിൽ പൂജാ പുസ്തകത്തിലോ വച്ചിട്ട് അത് പൂജയറയിൽ വെച്ചോളുക.
ഇനിയിപ്പോൾ നിങ്ങൾ സംശയം ചോദിച്ചിട്ട് വരും, കോവിലിൽ പോയി ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ടൈമിങ്സ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് കോവിൽ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ചൊല്ലാം. പിന്നെ 8 to 9 ഈവനിങ് 8 to 9 ആ സമയത്തും ഉണ്ടാവും. ഈ രാത്രി 12 to 1 എന്നുള്ളത് നമ്മൾ വീട്ടിൽ ചൊല്ലാനേ പാടുള്ളൂ, അതേ പറ്റുള്ളൂ നമുക്ക്. മനസ്സിലായല്ലോ? പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.